Cozy Angels. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസി ഏഞ്ചൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാം. എവിടെയാണെന്നല്ലേ, നമ്മുടെ തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. തിരക്കുണ്ടാവോ എന്നറിയില്ല, എന്തായാലും പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ ഞങ്ങളിത് അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറത്താരും കാണാനില്ല, കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2 ഡേയ്സിലായിട്ടുള്ളൂ, അതായിരിക്കാം. ഫസ്റ്റ് സെറ്റിൽ കയറിയപ്പോൾ ഫുൾ ചൈനീസ് ബാൾസാണ്. അതാണെങ്കിൽ വെറൈറ്റി കളേഴ്സിൽ എല്ലാം നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ലോകത്ത് കയറിയൊരു ഫീലാണ് ഇവിടെ കയറിയപ്പോൾ. ഇവിടെയാണെങ്കിൽ ഒത്തിരി ചെടികളുണ്ട്. കുറേ ചെടികളുടെ പേര് അറിയ പോലുമില്ല, അങ്ങനത്തെ കുറേ ചെടികൾ. ബാൽസം, ഓർക്കിഡ്, റോസ്, സാന്തോറി, ഇങ്ങനെ കുറച്ച് ചെടികൾ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി വേറെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഇപ്പം ചെടികൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വന്നാൽ പോലും ചെടികളെ ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും ചെടി സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനാണ് കാണാൻ അടിപൊളി. ഒരു റൂമിൻ്റെ ഉള്ളിൽ കിളികളെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയി ഇട്ടേക്കുക. എല്ലാം അങ്ങ് പാറിപ്പറന്ന് നടക്കുക. എല്ലാവരും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഹാമിയൊക്കെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ റൂമിൽ കിളികളുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആരാന്നല്ലേ, അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ? ആ ചേട്ടൻ്റെ താഴെ ഒരു കൂട് കണ്ടോ? ആ കൂടിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞ വരെയുള്ള പാമ്പുണ്ട്.
അപ്പോൾ ഈ പാമ്പിനെ കണ്ടപാടെ ചേച്ചി അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേഗം മുങ്ങാൻ നോക്കിയതാണ്. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് വരുന്നുള്ളൂ പറഞ്ഞ് ഞങ്ങളവിടെ നിൽക്കുക. ഞങ്ങൾക്ക് പേടിയിലാഞ്ഞിട്ടല്ല, അത് കൂടിൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്, ആ ധൈര്യത്തിലാണ് ഞങ്ങൾ അവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആമിക്ക് കാണിച്ചു കൊടുക്കുക. അവരുടെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. കിളികളൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് ഇവർക്ക് കാവലായിട്ട് വേറൊരാളുള്ളത്. ആരാന്നല്ലേ, നമ്മുടെ റോബോ ഡോഗ്, നമ്മുടെ ബിഗ് ബോസിലൊക്കെ വരാൻ പോകുന്ന ആളുടെ ഫ്രണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ നേരം അതിനെ കളിപ്പിച്ച്, അത് ഷേക്കിൻ്റെയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. കളിപ്പിച്ച് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അങ്ങനെ റോബോ ഡോഗിനെ കുറേ നേരം കളിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്നാൽ ശരി നിങ്ങൾ പോയിട്ട് ഒന്നുകൂടി വീഡിയോ എടുത്തിട്ട് വാ, ഞങ്ങൾ എവിടെയൊക്കെ ഉണ്ടാവും, കണ്ടില്ലെങ്കിൽ വിളിച്ചാൽ മതിയെന്ന്. അപ്പം ഞാനും ആതിരയും ആമിമോളും കൂടിയിട്ട് തിരിച്ച് റോബോ ഡോഗിനെ കളിപ്പിക്കാൻ വേണ്ടി പോവാം. With the ocean as my guide, top down riding, let the west coast vibes collide. Corner store stops, grab a drink, it's all good. Cruising through the streets of my neighborhood. Hey yo, west coast weather, the sun sets slow. Chilling with the home. ആമി ഞങ്ങൾ വിചാരിച്ച് കരയായിരിക്കുന്നു, പക്ഷെ അവൾ കരഞ്ഞൊന്നുമില്ല. പേടിയുണ്ടായിരുന്നു, കാരണം നമ്മളെ അള്ളി പിടിച്ച് ഇരിക്കുമായിരുന്നു. പക്ഷെ എന്നാലും അവൾ കരയാതെ അത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അതിനെ ആ ചെയ്യുന്നതും കുറേ നേരം അത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോൾ. റോബോ ഡോഗിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും അത് ഡാൻസ് നിർത്തുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ആമി അതിങ്ങനെ നോക്കി നിൽക്കുക, എന്താ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ റോബോ ഡോഗിനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവരെ തപ്പി ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ടോയ്സും അതുപോലെ നമ്മുടെ ഹെയറിലിരുന്ന ക്ലിപ്പും അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പല്ല, ഒരു സ്റ്റോൾ എന്ന് പറയാം. അപ്പോൾ അവിടെ ഏടു സ്റ്റക്കായി, എന്തേലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. അതിനെ ചിറകൊക്കെ കിടന്ന് ഇങ്ങനെ ആടുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എത്ര മഴയാന്ന് പറഞ്ഞാലും കാര്യമില്ല, നമ്മുടെ നാട്ടിൽ കുറച്ചായൊരു അടച്ചിട്ട റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഡിസ്പ്ലേക്ക് കുറച്ച് കൂളർ വെച്ചേക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ആമിമോളും കുറച്ചേരം ആ കാറ്റും കൊണ്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോളിൽ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഹൽവ വെച്ചിട്ടുണ്ടായിരുന്നു, പിക്കിള്, ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പട്, അതുപോലെ തന്നെ കുറേ ആയുർവേദ മരുന്നുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റക്കാവാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ, ചെടി സെക്ഷനിലാണ് ഞങ്ങൾ അടുത്ത സ്റ്റക്കാവാൻ പോകുന്നത്. അപ്പോൾ അവിടെ ലില്ലി ഉണ്ടായിരുന്നു, അതുപോലെ വേറെ എന്തൊക്കെയോ ചെടികളുണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മമ്മി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഐറ്റംസിൽ അതിൻ്റെ സെക്ഷനിൽ കുറച്ച് നേരം നിന്നിട്ട് മമ്മി അവിടെ നിന്ന് എന്തൊക്കെയോ ഐറ്റംസ് എടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റോളാണ് നമ്മുടെ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരില്ല, അവർക്കൊക്കെ പല പല ഷേപ്പിലും കളറിലൊക്കെയുള്ള ഇറേസറും ഷാർപ്പനറും പെന്ന്, പെൻസില്, എല്ലാ വക ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ചേട്ടന്മാരുടെ നിന്നിട്ട് ബലൂൺ വെച്ചിട്ട് കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പാമ്പിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഞങ്ങൾ ഇത്രയും നടന്നതെല്ലാം ക്ഷീണിച്ച് വയ്യാണ്ടായി, കുറച്ച് വിശപ്പൊക്കെ അടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് സ്റ്റോൾ ഉണ്ടായിരുന്നു, ഈ ബജ്ജി ആ വക ഐറ്റംസൊക്കെ ആയിട്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റോളും തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇനി കുറച്ച് ഗെയിംസും കാര്യങ്ങളുള്ളൂ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഒരു 3-4 ഗെയിം. എന്ത് കാര്യം, ഭാഗ്യം അടുത്തുകൂടി പോയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇതോട് കൂടിയിട്ട് സ്റ്റോളും കാര്യങ്ങളൊക്കെ അവസാനിച്ച്. അപ്പോൾ ഇനി മക്കൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ബോറടിക്കാതെ അവരെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാനിറങ്ങും. അപ്പോൾ ഞങ്ങളും എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം കൂസി ഏഞ്ചൽസ്.